എന്റെ പേഴ്സ് മിസ്സായിപ്പോയി, ഒന്ന് കണ്ടുപിടിച്ച് തരുമോ? ഇപ്പൊ ഇങ്ങോട്ട് വന്ന വഴിക്ക് മിസ്സായതാ, ഒന്ന് കണ്ടുപിടിച്ച് തരുമോ? ഒന്ന് കണ്ടുപിടിച്ച് തരുമോ? മൂന്ന് ടൈപ്പില് വേരിയേഷനിൽ പറയാം. പേഴ്സ് കിട്ടിയില്ലേലും കുഴപ്പമില്ല, ഒരു പക്ഷേ ആ പേഴ്സ് കളഞ്ഞു പോയത് തന്നെ കാണാനായിരിക്കും. ഇതില് കുറച്ച് വാക്കുകളാകാം, പ്രവൃത്തികളാകാം, സാധനങ്ങളാകാം. ആദ്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആദ്യം ബുദ്ധിയായിട്ട് ആലോചിച്ചിട്ട് ഇപ്പം എക്സാമ്പിള് ചക്കയെന്നാണെ പറയും. ഒരു ക്ലൂണും തരാം, പ്ലാവിൽ വളരുന്ന സാധനം. അത്രയും ഭയങ്കര ഇത് പല വലുപ്പത്തിലുണ്ട്, ചെറുതാകാം, വലുതാവാം. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അതന്നെ പറഞ്ഞോ, പറ പറ ഹരിച്ചേട്ടൻ പറഞ്ഞോ. പറഞ്ഞാൽ പോയിന്റ്, പറഞ്ഞില്ലെങ്കിൽ ഇല്ല. പറയിപ്പിക്കണ്ട, അത്രേ ഉള്ളൂ. പ്രശ്നം അതാണ് അതിന്റെ കളിയുടെ കാര്യം. ഈ മുറിയിൽ അതുണ്ട്. പറയട്ടെ, ഈ മുറിയിൽ അതുണ്ട്. ഒന്നാമത്തെ ക്ലൂ. ഞാനിത് മറന്നുപോയല്ലോ. എനിക്കൊരു കാര്യം, ഒരു ക്ലൂ എന്റെ കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഉത്തരം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മൂന്നാമത്തേത് ഈ മുറിയിലുണ്ടെന്നുള്ളത് ഒരു വലിയ ക്ലൂ ആട്ടോ. അതിനുവേണ്ടി കഷ്ടപ്പെട്ട് അല്ലെ, അത് സ്വന്തമാക്കാന്നുള്ളതിന് വേണ്ടി ഒരുപാട് അഹോരാത്രം കഷ്ടപ്പെടുന്നവരുണ്ട്. ഒരുമാതിരിപ്പെട്ട എല്ലാ മനുഷ്യരും സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ്. നിന്റെ കല്യാണം കഴിഞ്ഞാലല്ലോ ഉണ്ടോ? നമ്മളെ ഇപ്പൊ ഈവൻ മലയാളികളെടുത്ത് ഒരു മനുഷ്യര് അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനല്ല, എന്താണ് കുറെ ആൾക്കാർക്ക് സാമൂഹിക വ്യവസ്ഥിതി എന്നുള്ള രീതിയുണ്ട്. സാമൂഹിക വ്യവസ്ഥിതി എന്നുള്ള രീതി കാണുമ്പോൾ അത് സ്വന്തപ്പെടുത്താൻ വേണ്ടി ഓരോ ആൾക്കാർക്കുണ്ട്, ഒരുപാട് ആൾക്കാർക്കില്ല. അങ്ങനെ മൂന്നായില്ലേ? എനിക്ക് ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾ നോക്കണ്ട. എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമാണ് അല്ലേ? ഇതിന്റെ നിങ്ങൾ പിള്ളേരെ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇതിന് തീ നിർബന്ധമായി. തീയോ? തീ വേണം. ഇവിടെ ഉണ്ട്, തീ വേണം. തീ വേണം, തീ വേണം കേട്ടോ. ഇവരിത് കാര്യമായിട്ട് എടുത്ത് കേട്ടോ. ഭയങ്കര ടഫ് ക്ലൂസ് തന്നോണ്ടിരിക്കുന്നത്. ക്ലൂ ഒക്കെ ബ്രില്യന്റ്, പക്ഷെ ചിന്തിക്കത്തേ ഇല്ല. ഇതിന് ഞാനും മറ്റേ ലൈഫ് ലൈൻ തരേണ്ടി വരും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ. അല്ല, സാധനം എനിക്ക് ഫസ്റ്റ് ക്ലൂവിൽ കിട്ടി, പക്ഷെ നിങ്ങൾ ചിന്തിക്കാൻ പാടായിരിക്കും. സംരക്ഷണം, ഓരോ വ്യക്തികളുടെ സംരക്ഷണമായിട്ട് ഇത് ബന്ധപ്പെട്ടാണ്, വളരെ അടുത്ത് ബന്ധപ്പെട്ടാണ്. ഇതിനെങ്കിലും പറയണം. സംരക്ഷണം വലിയ ഘടകമാണ്. അതും ഒരു വ്യവസ്ഥിതി എന്നുള്ള രീതിയിൽ കണ്ടു. അതിലെ അതിനെ ഇനി നിങ്ങളുടെ ഞങ്ങളല്ല, നിങ്ങളുടെ സതീശേട്ടന് ഇഷ്ടമാണെന്നല്ല, എല്ലാവരും ജോലി എന്നുള്ള രീതിയിൽ കാണാം. നിങ്ങൾ ഒരു ഉത്തരം പറഞ്ഞിട്ട് ശരിയായില്ലെങ്കിൽ ഞാനൊരു ലൈഫ് ലൈൻ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടാണ്. തിന്നാൻ കൊള്ളത്തുമില്ല, ആഹാരം കഴിക്കുന്നത് പരീക്ഷ പറയും. ചുറ്റിനും നോക്ക്. അത്രയ്ക്ക് നോക്കണമെന്നില്ല. അതിന്റെ ലുക്ക് ഇവിടെ ഉണ്ട്. അതിന്റെ ലുക്ക് ഇവിടെ ഉണ്ട്. സോറി ഇനി മിണ്ടല്ലേ. പുറകോട്ട് നോക്കിക്കോ, അവരിങ്ങോട്ട് പുറകോട്ട്.
Okay. ഇനി ഞാൻ ഇത് തരാം ലൈഫ് ലൈൻ. അയ്യോ ഓക്കെ ഡയറക്റ്റ് ആയി പോകുന്ന സംശയം ഓക്കെ. ഇത് പല വലുപ്പത്തിലുണ്ട്, ചെറുതാകാം വലുതാവാം, പല വലുപ്പത്തിലുണ്ട്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതലും കാണും. കഴിഞ്ഞു, ഇനിയില്ല. ഞാൻ ചെയ്യുന്നില്ല. ബൾബാണോ? അയ്യോ തീക്കകത്തിട്ട് ഏത് ബൾബാ ഉണ്ടാക്കുന്നത്? കഴിഞ്ഞല്ലോ. ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. കാണിച്ചോ. പിള്ളേരല്ല നോക്കിയോ. അവിടെ എത്ര ഇരിക്കുന്നു? ഒന്ന് ഇഷ്ടിക. ഞാൻ പറയില്ലേ എന്റെ എനിക്ക് ഇത്രയും കൂടെ പറഞ്ഞു ആ വാക്ക്. എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്. പല വലിപ്പത്തിലുണ്ട്. എല്ലാവരുടെയും ഒന്നും രണ്ടും അത്ര കഷ്ടപ്പെടും. എല്ലാ പ്രായത്തിലുള്ളവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പല കളറിലും പല വലിപ്പത്തിലും പല മതി മതി ബാക്കി പറയണ്ട. പറയല്ലേ ഏത് പ്രായത്തിലുള്ളവർക്കും പറ്റുന്നോ? ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അല്ല അല്ലെങ്കിൽ എന്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പക്ഷെ അതിന് ഞാൻ ഇഷ്ടിക ഉള്ളതുകൊണ്ടാണ് ഇഷ്ടം വന്നത്. സീസണിലായിട്ട് ചിലപ്പോ ഇതിന് ഡിമാൻഡ് കൂടും. അപ്പൊ എത്ര ഒരെണ്ണോടെ സീസണിലായിട്ട് ഇതിന്റെ ഡിമാൻഡ് കൂടും. ഏത് സീസണാന്ന് പറഞ്ഞ എല്ലാവർക്കും വേണം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നീ അതല്ല അത് ഫാമിലി ഓടിക്കും. ഞാൻ അവിടെ ഉണ്ടോ ഇത്? ഓക്കെ പറ ഒരെങ്കിലും കൂടെ. ഇത് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നു. മതി. 5 ക്ലൂ ആയി. 5 ക്ലൂ ആയി. പറ. ഇവര് പലത് കിട്ടുക നമ്മളിങ്ങനെ അങ്ങോട്ട് നോക്കിയിരുന്നാൽ മൈക്ക് കൊടുത്തു. ചേച്ചി നോക്കാം. റെയിൻകോട്ടാണോ? ലൈഫ് ലൈൻ തരാം. ഈ വസ്തുവിന്റെ കാര്യമാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത്. നിങ്ങൾ തന്ന ക്ലൂ ഭയങ്കര സാമ്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞ എല്ലാ സാമ്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ 5-6 ക്ലൂകളിൽ മെജോറിറ്റി ക്ലൂസും ഇതിനും പറ്റും. സാമൂഹിക വ്യവസ്ഥ അനുസരിച്ച് ആളുകൾ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. കാണാം ഇതിലേത് കൊടയാണോ? ഒരെണ്ണം കൂടെ പറഞ്ഞോ, അത് കഴിഞ്ഞ്. അതും കഴിഞ്ഞു. എന്നാ പിന്നെ കൊട പറഞ്ഞു. ഈ മുറിക്കകത്ത് കാണാന്ന് പറഞ്ഞോ? ഞാൻ ക്ലൂ ഉണ്ടെന്നേ പറഞ്ഞോളൂ. എന്തിനാ പറഞ്ഞു കൊടുക്കുന്നത്? ഭയങ്കര ആക്ടിങ് കേട്ടോ. കൊട. ഓക്കെ, അതും അങ്ങോട്ട് നോക്കിക്കോ, ആ ടേബിളിലോട്ട്. ബാഗ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയപ്പം സാമൂഹിക വ്യവസ്ഥ ചിലർക്കുണ്ട് ചിലർക്കില്ല. ഓക്കെ, ബാഗ് ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, ഈ മുറിയിലുണ്ട്, ഈ മുറിയിൽ ബാഗ് ഇരിപ്പുണ്ട്, തീയിൽ ഇതുകൊണ്ടായിരിക്കും തീയിൽ. ഞാൻ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ സൂക്ഷിക്കാൻ ഞാൻ മൊത്തം ബാഗുമായിട്ട് ചിന്തിച്ചോണ്ടിരിക്കുക. അവസാനത്തെ എനിക്ക് ഇതല്ല ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ ഇഷ്ടികയാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. ലാസ്റ്റ് എനിക്കത് കത്തിയെ. മറ്റേ ഞാൻ പറഞ്ഞ ക്ലൂ ആണെങ്കിലും പല വലുപ്പത്തിലുണ്ട്, ഒന്നിൽ കൂടുതലുണ്ട്, എല്ലാം ഇതിന് കറക്റ്റ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ ഈ ഒരു വലിയ മത്സരത്തിൽ ആരാ ജയിച്ചെന്ന് മനസ്സിലായല്ലോ. അപ്പൊ നിങ്ങൾക്ക് അവർക്കൊരു പണിഷ്മെന്റ് കൊടുക്കാം.
ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അത് പറയായിരുന്നു. നിങ്ങൾ സിമ്പിൾ പറയും. അതിലൊരു പാട്ട് പാടാൻ പറയാമെന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ പണിഷ്മെന്റ് ആയി തരും. അത് വിളിച്ചേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഡയലോഗ് ഇത് ചിരിച്ചോണ്ട് സങ്കടപ്പെട്ടിട്ടു അല്ലാണ്ട് പറയും. ആ പറ. അതിന് എളുപ്പമായിരിക്കും. ഡയലോഗ് അല്ല ഇത് ഒരാൾക്ക് ഒരാൾക്കല്ലേ കൊടുത്തോ കൊടുത്തോ. ഒരു സാധനം പറഞ്ഞല്ലോ, ഒരു 3 പേരുണ്ടല്ലോ, ഒരു സാധനം പറഞ്ഞിട്ട് 3 പേര് 3 എണ്ണം ചെയ്തോട്ടെ. ഇത് കൊടുക്കണ്ടേ? എടി ഡയലോഗ് പറ. ദിവ്യേ എന്തോ ഒരു ഒറ്റ പണിഷ്മെന്റ് കൊടുത്തു. ഒറ്റ പണിഷ്മെന്റ് ഒരാൾക്ക്. ഒരു ഡയലോഗ് പറ. എന്നാ പിന്നെ പാവാനും കൊടുത്തു. എന്താ ഡയലോഗ് എന്താ? ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഴയനാൾ ഇവിടെ ഉണ്ടായിരിപ്പുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ്, എന്റെ ആണെന്നൊക്കെ പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട്. ഒരു ഡയലോഗ് എന്തായാലും പറയാം. അത് എന്നിട്ട് 3 ടൈപ്പില് വേരിയേഷനിൽ പറയാം. അതായത് ഭയങ്കര സന്തോഷമായിട്ട് ദേഷ്യമായിട്ട് കരയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും 3 പേരും പറയാം. എനിക്ക് വട്ടം പറയാൻ പറയാം. ഡയലോഗ് ഏതാ? കിട്ടൂ. ചേച്ചിക്കും പങ്കെടുക്കാം. ഞാൻ നിങ്ങൾ ഇത്രയും ഗ്ലൂ ഒക്കെ തന്ന് സഹായിച്ച കുട്ടിയല്ലേ. ഒരു ഡയലോഗ് ഏത് സിനിമയുടെ ഡയലോഗ് പറ. അനുവിന്റെ പോക്കറ്റ് അടിച്ചു പോയി. അതൊരു പോലീസ് സ്റ്റേഷൻ ചെയ്ത് തിരിച്ചോണ്ട് പറയണം. യെസ്, ക്യാമറ ഫുൾ ഫോക്കസ് ഓൺ അനു. അത് ചേച്ചി തിരിച്ചോണ്ട് പറയട്ടെ. ചേട്ടനെ എങ്ങനെ പറയണ്ടേ? ദേഷ്യപ്പെട്ട് പറയട്ടെ. പോലീസ് സ്റ്റേഷൻ ദേഷ്യപ്പെട്ടു ആക്ച്വലി റൊമാൻറ്റിക് നമുക്ക് ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ ഓക്കെ. അപ്പൊ പണിഷ്മെന്റ് നേരെ എനിക്ക് ഓക്കെ. ദേഷ്യത്തിലെ ഞാനാണ് പോലീസ് ഓഫീസർ. അല്ല വേണ്ട, ക്യാമറ പോലീസ് ഓഫീസറാണ്. അവരോട് പോലീസ് എന്ന് പറയാണ്. എന്നാ പറയണ്ടേ? പോലീസ് ഓഫീസറാണ്. അല്ലല്ല, ക്യാമറ. റൊമാൻസ് കാണിക്കുമ്പോൾ ഓക്കെ, തുടങ്ങിക്കോ. സതീഷേട്ടാ തുടങ്ങിക്കോ. എന്നെ പറഞ്ഞോ. നിങ്ങളുടെ പേഴ്സ് മിസ്സായി. അപ്പം എന്തെങ്കിലും പറ. ബസ്സിൽ പോയപ്പോ എന്റെ പേഴ്സ് മിസ്സായി, അങ്ങനെ എന്തെങ്കിലും ആരും കൊണ്ടുപോയി. ഇനിയുണ്ടോ? ഫുഡ് കഴിക്കാൻ ഇത് ദേഷ്യത്തില്. അപ്പൊ എന്നെ ചിരിപ്പിക്കരുത്. ഫുൾ സൈലൻസ്, ഫുൾ സൈലൻസ്. സാറേ, ഞാൻ ആ കട ചോറിന് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴേ എന്റെ ഫോൺ കാണാതെ പോയി. അപ്പൊ എനിക്ക് പൈസ കൊടുക്കാനായിട്ട് പേഴ്സ് നോക്കുമ്പോൾ പേഴ്സും ഇല്ല. പേഴ്സ് കാറിൽ അടിച്ചോണ്ട് പോയി. ഇത് ലോകാ സാർ, ഇത് എങ്ങനെ ജീവിക്കും മനുഷ്യരോട്? ഫോൺ കാണുന്നില്ലെന്ന് പറഞ്ഞപ്പോ പോയാ ഫോണ് കയ്യിൽ നിന്ന് പോയില്ല. ടോപ്പിക് മാറിപ്പോയി. ഫോണിന് വായി വന്നു പോയത് ഉണ്ടായിട്ട് പിടിച്ചില്ല. കാർഡ് പോയി. എന്തെങ്കിലും പറഞ്ഞു. അല്ല, അടുത്ത ചേച്ചിയല്ലേ? ഏതായിരുന്നു ഇമോഷൻ? ഇമോഷൻ ചിരിച്ചോണ്ട് റൊമാൻറ്റിക് ചേച്ചി ഓക്കെ, ചിരിച്ചോണ്ട്. ഓക്കെ, റൊമാൻസ് പോട്ടെ. ചിരിച്ചോണ്ട് പോയിട്ട് റൊമാൻസ് കാണിക്കൂ. റൊമാൻസ് പോട്ടെ. ഇല്ല, അല്ല അവിടെ പോയിട്ട്. അതെ, ക്യാമറ നോക്കിയല്ലേ? പറഞ്ഞോ. പുതിയ കോൺസ്റ്റബിൾ ഇവിടുത്തെ വീടോടാ? എന്താ കാര്യം? വന്ന കാര്യം പറ. അത് ഞാനേ ഇവിടെ അടുത്തൊരു ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോയതാ. പേഴ്സ് ഉണ്ടായിരുന്നു, അത് എവിടെയോ കാണാതെ പോയി. നമ്പർ തരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചു പറയോ കിട്ടുമ്പോ? നമ്പർ എന്തിനാ അവിടെ പോയി കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും? അങ്ങനല്ല, പേഴ്സ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു പക്ഷേ ആ പേഴ്സ് കളഞ്ഞു പോയത് തന്നെ കാണാനായിരിക്കും. ഇപ്പൊ മനസ്സിലായി കണ്ടന്റ് എങ്ങനെയാ വരുന്നത്. കരഞ്ഞ മോളെ
അല്ല, ചിരി, ചിരി. അല്ല, ചിരി, ചിരി. ഇത് കില്ലാടിയാ. ക്യാമറ ആക്ഷൻ മിസ് ഹരീഷേ പറഞ്ഞു. ആ, rolling, ഹരീഷാൻ ആക്ഷൻ പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം action. സാറേ എന്റെ പേഴ്സ് ഇന്നലെ പോയപ്പോ കളഞ്ഞു പോയി സാറേ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കണം സാറേ പ്ലീസ് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. മിക്സ് ആയിരുന്നു. കേരളത്തിൽ പോയിട്ട് അവിടെ നിന്ന് പിടിച്ചിട്ട് സിമ്പിൾ. ഒന്നുകൂടെ പറ. അത് ഇതേ പറഞ്ഞ സാധനം വന്നില്ല. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പം അല്ലേ പേഴ്സ് കളഞ്ഞു പോയി. എനിക്കത് കണ്ടുപിടിച്ച് തരണം. അത് ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ. ചിരിച്ചോട് പറയാം. അല്ല കുഴപ്പമില്ല. ഇല്ല പക്ഷെ അത് ഓക്കെയാ മതി. ഓക്കെ പക്ഷെ എനിക്ക് ഇവരുടെ കൂടെ പെർഫോമൻസ് കാണാൻ തോന്നിയായിരുന്നു നിങ്ങൾ ചെയ്തപ്പോൾ. ഈ സാധനം ഹരീഷ് എന്ന് പറഞ്ഞു. നീ എങ്ങനെ ഈ സെയിം സാധനം ഡിഫറെന്റ് 3 ഇമോഷൻസ്. ഇല്ല, എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല. അല്ല അന്നേരം പറയാം. നീ കരഞ്ഞോണ്ട് എന്നിട്ട് ഈ സെയിം സാധനം പറയാം. നിനക്ക് ആ പൈസ കൊണ്ട് നീ ആ തകർന്ന് തരിപ്പണായിട്ട് കരയണ്ട, ഫ്ലേട്ടിംഗ് മതി. നീ ഫ്ലേർട്ട് ചെയ്യും. എന്നാ നീ ഫ്ലേർട്ടിങ്ങിൽ പറയാം. കരയാൻ എളുപ്പമാണ്. അതെ സാധനം ശരിക്കും കാണാതെ പോയതാണല്ലോ. കരയാൻ ഇച്ചിരി പാടാം. ഇമോഷൻ വർക്കൗട്ട് ഓക്കെ, ആ കരയെ നമുക്ക് പാവത്തിന് കൊടുക്കാം. ഇവിടെ കരഞ്ഞോ അവിടെ ഒരു ഫ്ലോട്ടിംഗ്. ചേട്ടൻ എന്താ ചെയ്യാ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അഭിനയിക്കുന്ന ആളല്ലല്ലോ. എന്നാലും ഒന്ന് ചെയ്യാം. എന്നറിയാം, ഒരാൾക്ക് അത് ഒട്ടും അറിയത്തില്ലാത്തവരൊക്കെ പറഞ്ഞു കൊടുത്തേ. പറഞ്ഞു കൊടുത്താണ്. ഓക്കെ എന്നാ തുടങ്ങിയോ? ഫ്ലർട്ട് ചെയ്തേടി. സാർ ഇവിടാണോ വർക്ക് ചെയ്യുന്നത്? ആണോ? എൻ്റെ പേഴ്സ് മിസ്സായിപ്പോയി. എനിക്കൊന്ന് കണ്ടുപിടിച്ച് തരുമോ? ഇപ്പം ഇവിടെ വന്ന വഴിക്ക് മിസ്സായതാ. ഒന്ന് കണ്ടുപിടിച്ച് തരുമോ? ഒന്ന് കണ്ടുപിടിച്ച് താപ്. വിഷമിച്ച് പേഴ്സ് പോയല്ലോ. വിഷമം ശരിക്കുള്ള ഇമോഷൻ. ക്യാമറ മൂക്കൊക്കെ ചീട്ടണേ. രക്ഷിച്ചിട്ട് മാറിയിരുന്നു. മൂക്കിപ്പൊടി വലിച്ചിട്ട് മൈക്കില്ല. അതല്ല മറ്റേ കൊടുക്ക്. അത് കൊടുക്ക്. ഇത് മതി മതി സെറ്റാ. ഞാൻ കരയും. ഇനി ഓക്കെ. സാറേ എന്റെ പേഴ്സ് കാണാതെ പോയി സാറേ. എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടുപിടിച്ചു തരണം. അതിനകത്ത് സാറേ എന്റെ എല്ലാം ആധാറും ഒക്കെ ഉണ്ട് സാറേ. എനിക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണം. സൗണ്ട് സെറ്റ് ഡബിങ്ങിനൊക്കെ പോകട്ടെ. സൗണ്ട് ഏകടിക്കുന്ന സൗണ്ട് സെറ്റ്. ഒരാൾക്ക് ഒട്ടും അറിയത്തില്ല, അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ അതായത് ഇങ്ങനെ അഭിനയിക്കുക, ഇമോഷണലി അഭിനയിക്കാന്ന് പറഞ്ഞു കൊടുക്കുക. സങ്കടത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു കൊടുത്താൽ ഈ ഡയലോഗ് നീ പറഞ്ഞു കൊടുത്തു. അറിയത്തില്ലാത്ത ഹരീഷേ ഞങ്ങളിപ്പോ ചെയ്ത് മുഴുവൻ തെറ്റാ. നിങ്ങൾ പറഞ്ഞു എന്റെ വിഷമം തീരട്ടെ. ചെയ്ത് ശരിയായിട്ടില്ല. നീ ഇങ്ങനെ അല്ല പറയണ്ടത്. നിനക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ. കുറച്ചുകൂടെ ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. എന്നാ ചേട്ടാ നിങ്ങൾ ചിരിച്ചോണ്ടെന്ന് ഒന്നും കൂടെ പറ. ചിരിച്ചോണ്ട് പറ. ഷൗട്ട് ചെയ്തു. അപ്പൊ ഓക്കെ പറഞ്ഞു കൊടുത്തു. അത് നീ ഇത് ശരിയല്ല. കുറച്ചുകൂടെ ദേഷ്യപ്പെടണം കേട്ടോ. എന്റെ സാധനം പേഴ്സ് കാണാതെ പോയി കണ്ടുപിടിച്ചു. ഒന്ന് ആങ്കി വരും അവിടെ. മതി മതി മതി. തിരിച്ചിങ്ങോട്ട് ഇടുമല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം കഴിഞ്ഞു, പണിഷ്മെന്റ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ കുറെ നേരം വിശേഷമൊക്കെ പറഞ്ഞ് സംസാരിച്ചു. നമുക്ക് ഏകദേശം മൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമൊക്കെ ആയി. നമ്മളൊരു 1 hour വേൾ പോയി തോന്നുന്നല്ലേ? വിശേഷമൊക്കെ എന്തോ അടുത്ത ഷൂട്ടുണ്ട്. ഇന്നിന് 2 കൂടെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഈ പറയുന്ന കണ്ടന്റ്സ് ഒക്കെ ഇതുപോലെ തന്നെ ചെയ്ത് ഇപ്പൊ ഈ കമന്റ്സ് ഒക്കെ നെഗറ്റീവ് കമന്റ്സ് ആണോ നിങ്ങൾക്ക് കൂടുതൽ? പോസിറ്റീവ്സ് ആണോ കൂടുതൽ? പോസിറ്റീവ്സ്. അപ്പൊ അത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഡെയിലി ഷൂട്ട് ഉണ്ടോ? എങ്ങനെ ഷൂട്ട് ബേസ്? എങ്ങനെ വീക്ക്ലി എത്ര ദിവസമൊക്കെയാ?
നേരത്തെ ഞങ്ങൾ ഒരു ദിവസം 2 3 എണ്ണം ചെയ്യുമായിരുന്നു. ഇപ്പം പക്ഷേ ഒരു ദിവസം 1 അല്ല 2 മാക്സിമം പറ്റാറുള്ളൂ. ആഴ്ചയിൽ 2 3 ദിവസം ഷൂട്ട് കാണും. പിന്നെ സാറ്റർഡേ സൺഡേ അനുസരിച്ച് ഇപ്പം ഞങ്ങൾ ഈ എത്ര സക്സസ് ആകുന്നുണ്ടോ ഇല്ലെന്നറിയില്ല. ഞങ്ങൾ ലൈറ്റ് ഒക്കെ കൂടുതൽ വെച്ച് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും ഇതായിട്ട് പഠിക്കാനും കൂടെ ശ്രമിക്കും. പറ്റിയാലാത്ത ആണെങ്കിലും ഞങ്ങളത് ഭയങ്കര ത്രില്ലായിട്ട് അങ്ങ് എടുക്കും. ഞങ്ങൾ ഇപ്പൊ 125 റീൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 150 റീലോളം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറെ എണ്ണം ഒക്കാതെ വരുമ്പോൾ ഞങ്ങൾ അവസാനം കളയും. ഭയങ്കര സങ്കടത്തോടെ ആണെങ്കിലും ഞങ്ങളത് കളയും. യൂട്യൂബിൽ റെമ്യൂണറേഷൻ ഒക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തില്ല, മോണിറ്റൈസ്ഡ് ആയി വരുന്നു. സ്റ്റാർട്ട് ആയിട്ടില്ല. ഷോർട്സ് ആയതുകൊണ്ട് ലോങ് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്തു 2-3 അടിപൊളി സാധനം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഉറപ്പാണ്. അത് കണ്ടു കഴിയുമ്പോൾ ഒന്നും കൂടെ ഞങ്ങൾ ആളുകൾ വിളിക്കും. അങ്ങനത്തെ ഒരു വെടിമരുന്ന് നിറച്ചോണം വെച്ചിട്ടുണ്ട്. അത് വരട്ടെ. കാര്യം ലോങ് വീഡിയോസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ ചെയ്യുന്നതിനൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ആണല്ലോ എല്ലാത്തിലും എപ്പോഴും ഇമ്പോർട്ടൻസ്. അതും കൂടെ കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എനർജി വരും പിന്നെയും ചെയ്യാന്നുള്ളത്. അപ്പൊ ആ ലെവലോട്ട് വരട്ടെ. ചേട്ടനല്ലേ എഡിറ്റ് ചെയ്യുന്നത്? അപ്പം എത്ര ഡേയ്സിന്റെ ഗ്യാപ്പിൽ ഇപ്പൊ അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുന്നത്? ആക്ച്വലി ഞങ്ങള് ആഴ്ചയിൽ 2 എണ്ണം വെച്ച് ചെയ്തോണ്ടിരുന്നത്. ഇപ്പം വേറെ ചില എന്റെ ആക്സിഡന്റും പിന്നെ ഇതൊന്നും ബൈക്കിനാണ് വൈബടിക്കാൻ പോയത്. ഞങ്ങളെ ആരെയും കേൾക്കാതെ ഒന്ന് വൈബടിക്കാൻ പോയത്. ഞങ്ങൾ സ്ഥലത്തില്ലായിരുന്നു. അപ്പൊ അളിയൻ തന്നെ നല്ല ഷൂട്ടുണ്ട്, പണിയുടെ എഡിറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. 2:12 ആയപ്പോഴേ മഴക്കാർ അതുവഴി എങ്ങാണ്ട് പോയെന്ന് പറഞ്ഞിട്ട് അളിയൻ സ്കൂട്ടറും എടുത്തുകൊണ്ട് വാഗമണ്ണ് പോയി. ഉള്ള വളവും തിരിവും എല്ലാം തിരിഞ്ഞ് വാഗമണ്ണ് മേളിൽ പോയി. എല്ലാം കണ്ട് ആ വളവും തിരിവും മഴയത്തൂടെ വന്ന് ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറം നേരെ പോയി. ആളുകൾ പറയുന്നത് കണ്ട് മതിലടിയാന്നൊക്കെ. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കാരണം ഈ അബോധാവസ്ഥ കിടന്നപ്പോഴും പറയുന്നുണ്ടായിരുന്നു ആ മതിലിന്റെ കട്ട പോയടാ. കല്യാണം ഇപ്പൊ നോക്കുന്നുണ്ട്. അപ്പൊ അവർ എന്തായാലും കണ്ടിരിക്കുക. അതൊരു ഇൻഫർമേഷൻ താഴെ സ്റ്റാർ ഇട്ടിട്ട് നമ്മൾ എഴുതുന്നത് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ്. ഓക്കെ ഫൈൻ. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഇനി നിങ്ങൾ ഈ പറഞ്ഞ ലോങ് വീഡിയോ ഒക്കെ വന്നിട്ട് അത് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും വിളിക്കുമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഒന്നും കൂടി ഇരിക്കാം, അടിപൊളിയായിട്ടൊന്നുകൊണ്ടിരിക്കാം. പക്ഷെ എൻ്റെ ഇതിന് മുന്നേ എനിക്കൊരു സാധനം കൂടെ കാണണം. നിങ്ങളുടെ ആ ഒരു ഇപ്പം ചന്തു ആ സംഭവത്തിനകത്ത് ലാസ്റ്റ് ചേട്ടൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, എപ്പോ ആ ഒരു ഐ മീൻ ദിവ്യം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാമെങ്കിൽ ആ ഒരു ഡയലോഗിൽ അങ്ങോട്ട് കണക്ട് ചെയ്തൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അടിപൊളിയായിരിക്കും. നീ ഇവിടെ ചെറിയ പൈസ വേണ്ടി കണ്ട ആണുങ്ങളുടെ ചന്തു എന്നുള്ള പയ്യന്മാരുടെ വീട്ടിൽ പോയി പണിയിടുന്നവരെ നാളെ തൊട്ട് 100 രൂപ കൂട്ടിക്കൊടുത്തരാവും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചേട്ടൻ ഇതിന് ദേഷ്യമുള്ളൂ, ആളൊരു പാവാണെന്ന്. അറിയാൻ ചേച്ചി. ആ വീഡിയോക്ക് ഏറ്റവും കൂടുതൽ വന്ന കമന്റ് അതാന്ന് തോന്നുന്നല്ലേ, ചേട്ടന്റെ ലാസ്റ്റത്തെ എക്സ്പ്രഷൻ ആ പോയാണ് അതിൽ ഹിറ്റായത്. അവസാനം ചുമ്മാ വെറുതെ അല്ലേ, രസമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു ഇന്റർവ്യൂവിന് നിങ്ങൾ കുറച്ചും കൂടി അടിപൊളിയൊക്കെ ആയിട്ട് സിനിമയിലൊക്കെ കയറിയിട്ട് നമുക്ക് കാണാം. നിങ്ങളുടെ ടീമിൻ്റെതായിട്ട് ഉറപ്പായിട്ടും ഇങ്ങനെയല്ലേ, ഇങ്ങനെയല്ല നമ്മളിങ്ങനെ നമുക്കുള്ള കഴിവ് ഇങ്ങനെ കാണിച്ചു കൊടുത്താണല്ലോ ആൾക്കാർ നമ്മളെ കാണുന്നതും വിളിക്കുന്നതും ഒക്കെ. ഇപ്പം ഹാഷിറൊക്കെ കണ്ടില്ലേ, അതുപോലൊക്കെ വരട്ടെ. അതോ നമുക്കൊന്നും കൂടി ഇരിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ ജോയിനിങ്. താങ്ക് യു സോ മച്ച്.